എത്ബാൽ BC 874 മുതൽ 853 വരെ മധ്യേഷ്യയിൽ ഭരണത്തിലുണ്ടായിരുന്ന രാജാവാണ് ആഹാബ്. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ലബനോൻ രാജാവായ എത്ബാലിൻ്റെ മകൾ ബേൽ രാജകുമാരിയായിരുന്നു. BC 930 യെരോബയാം ദേശത്തെ രണ്ടായി വിഭജിച്ചു മാറ്റി ഭരണം ആരംഭിച്ച ശേഷം ഇസ്രായേലിനെ ഭരിച്ച യെരോബയാം, നാദാബ്, ബയേശ, ഏല, സിമ്രി, ഒമ്രി എന്നിവരെല്ലാം യഹോവയായ ദൈവത്തെയും ന്യായപ്രമാണത്തെയും ഉപേക്ഷിച്ച് കളഞ്ഞവരായിരുന്നു. പാപപരിഹാര യാഗങ്ങൾക്ക് യെരുശലേം ദേവാലയത്തിൽ പോകാൻ കഴിയാതെ 10 ഗോത്രങ്ങളിൽപ്പെട്ട ഇസ്രായേൽ ജനം മുറവിളി കൂട്ടിയപ്പോൾ അവർക്കായി യെരോബയാം 2 കാളക്കുട്ടികളെ പൊന്നുകൊണ്ട് നിർമ്മിച്ച് ഒന്ന് ബേഥേലിലും മറ്റേത് ദാനിലും പ്രതിഷ്ഠിച്ചു കൊടുത്തു. അന്നുമുതൽ ഇസ്രായേൽ ജനം വിഗ്രഹാരാധനകളിലേക്ക് വഴിമാറി. ഒമ്രിയുടെ മകനാണ് ആഹാബ് രാജാവ്. സിമ്രി ത്രിസ കൊട്ടാരം തീവച്ച് നശിപ്പിച്ചതുകൊണ്ട് അതിനുശേഷം ഭരണത്തിലേറിയ ഒമ്രിക്ക് ഭരിക്കാൻ കൊട്ടാരമോ ജനങ്ങൾക്ക് പരാതി ബോധിപ്പിക്കാനുള്ള സ്ഥലമോ ഇല്ലാതെ പോയി. അങ്ങനെ ഒമ്രി ശേമറിന്റെ വകയായ ഒരു മല വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു വലിയ കൊട്ടാരം പണിതു. അതാണ് ശമരിയ കൊട്ടാരം. ഒമ്രിയുടെ കാലശേഷം ഭരണത്തിൽ വന്ന മകനായ ആഹാബ് രാജാവ് കുന്നിൻപുറത്തുള്ള ഈ കൊട്ടാരത്തിലിരുന്നാണ് ഭരണം നടത്തിയിരുന്നത്. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ബേൽ റാണി ബാൽ വിഗ്രഹങ്ങളുടെയും അശേര പ്രതിഷ്ഠകളുടെയും നാട്ടിൽ നിന്നും വന്നവളായിരുന്നു. അതുകൊണ്ട് ബേൽ രാജ്ഞി ഇസ്രായേൽ ജനത്തോട് രാജ്ഞി ആരാധിക്കുന്ന മൂർത്തികളെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുത്തു. അനുസരിക്കാത്തവർക്ക് കടുത്ത ശിക്ഷണ നടപടികളും ഏർപ്പെടുത്തി. ആഹാബ് രാജാവിൻ്റെ അരമനയ്ക്കരികിൽ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അത് യഹോവ ഭക്തനായ നാബോത്ത് എന്ന ആളിൻ്റേതായിരുന്നു. ആഹാബ് രാജാവ് ഭരണം ബേൽ രാജ്ഞിക്ക് വിട്ടുകൊടുത്ത് ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് ഈ നാബോത്തിന് ആഹാബ് രാജാവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആഹാബ് രാജാവ് നാബോത്തിനോട് അരമനയ്ക്കടുത്തുള്ള ആ മുന്തിരിത്തോട്ടം വിലയ്ക്കായിട്ടോ പകരം ഭൂമിക്കായിട്ടോ രാജാവിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നാബോത്ത് രാജാവിനോട് കരാർ ഏതായാലും തൻ്റെ തോട്ടം രാജാവിന് കൈമാറാൻ സാധ്യമല്ലെന്നറിയിച്ചു. നാബോത്തിന്റെ മറുപടി കേട്ട് വളരെ ലജ്ജിതനായി ആഹാബ് രാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് ഭക്ഷണപാനീയം വരെ ഉപേക്ഷിച്ച് ക്ഷീണിതനായി കഴിഞ്ഞു. രാജാവിൻ്റെ നിരാശയുടെ കാരണം മനസ്സിലാക്കിയ ബേൽ റാണി നാബോത്ത് ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള മൂപ്പന്മാർക്കും ശ്രേഷ്ഠന്മാർക്കുമായ ഒരു കത്തെഴുതി രാജമുദ്ര പതിപ്പിച്ച് പടയാളികൾ മുഖേന കൊടുത്തയച്ചു. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോടൊപ്പമുള്ള കർഷകനായ നാബോത്ത് നമ്മുടെ മഹാരാജാവിനെ അപമാനിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു സഭ വിളിച്ചുകൂട്ടി ഏതെങ്കിലും കുറ്റം അവൻ്റെ മേൽ ആരോപിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെയ്ത് കൊട്ടാരത്തിൽ എനിക്ക് വിവരം തരണം. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മേലും നാബോത്തിൻ്റെ മേലും ഉടനെ രാജകോപമുണ്ടാകും. ഇത് രാജകൽപ്പനയാണ്. രാജകൽപ്പന ലഭിച്ച ഉടനെ തന്നെ മൂപ്പന്മാരും ശ്രേഷ്ഠന്മാരും ചേർന്ന് സഭ കൂടി നാബോത്തിനെതിരെ കള്ളക്കുറ്റം ചുമത്തി. അവനെതിരെ കള്ളസാക്ഷികളെ ഉണ്ടാക്കി അവനെ പുറത്തു കൊണ്ടുപോയി ജനം നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. രാജകൽപ്പന നടപ്പിലാക്കിയ വിവരം മൂപ്പന്മാർ കൊട്ടാരത്തിൽ ബേൽ രാജ്ഞിയെ അറിയിച്ചു. കൊട്ടാരത്തിൽ വിവരം ലഭിച്ച ഉടനെ തന്നെ ബേൽ രാജ്ഞി ആഹാബ് രാജാവിനോട് രാജാവ് ആഗ്രഹിച്ച ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ മരിച്ചുപോയെന്നും എത്രയും വേഗം പോയി ആ തോട്ടത്തെ കൈവശമാക്കിക്കൊള്ളണമെന്നും പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ ആഹാബ് രാജാവും ഒരു കൂട്ടം പടയാളികളും വേലക്കാരുമായി ആഹാബ് രാജാവ് നാബോത്തിന്റെ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ വച്ച് യഹോവയുടെ പ്രവാചകനായ ഏലി രാജാവിനും പരിവാരങ്ങൾക്കുമെതിരെ വന്ന് രാജാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു: കുലപാതകനായ ആഹാബ് രാജാവേ, നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നിട്ടല്ലേ നിങ്ങൾ അവൻ്റെ തോട്ടം കൈവശമാക്കാൻ പോകുന്നത്? ഒരു രാജാവിന് ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയോ? യഹോവയായ ദൈവം നിന്നോടും നിന്റെ രാജ്ഞിയോടും പകരം ചോദിക്കും. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന് രക്തം ചിന്തിയ അതേ സ്ഥലത്തു തന്നെ നീയും വീണു മരിക്കും. നിന്റെ രക്തവും പട്ടികൾ അവിടെ വെച്ച് തന്നെ നക്കും. നിന്റെ ഭാര്യ ബേൽ രാജ്ഞിയെയും പട്ടികൾ കടിച്ചു കീറി രക്തം കുടിക്കും. ഇത് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇതിൽ മാറ്റമുണ്ടാവുകയില്ല. ഏലിയുടെ ഈ വാക്കുകൾ കേട്ട് ആഹാബ് രാജാവും കൂട്ടരും പേടിച്ചു വിറച്ച് വസ്ത്രം കീറി നിലവിളിച്ചുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
BC 930 രാജ്യം വിഭജിക്കപ്പെട്ടതിനു ശേഷം ഇസ്രായേലും യഹൂദിയും ശത്രുതയിൽ തന്നെ കഴിഞ്ഞു പോന്നു. ശലോമോൻ രാജാവിന്റെ മകൻ രഹബയാമിന്റെ കാലത്താണ് അത് സംഭവിച്ചത്. അന്നു മുതൽ രഹബയാമും പിന്നെ ഭരണത്തിൽ വന്ന മകൻ അബിയാമും അബിയാമിന്റെ മകൻ ആസാ രാജാവും വീണ്ടും ഇരു രാജ്യങ്ങളെയും ഒന്നു ചേർക്കാൻ വേണ്ടി വലുതും ചെറുതുമായ യുദ്ധങ്ങൾ വഴി ശ്രമിച്ചു നോക്കി. എന്നാൽ വെറും 2 ഗോത്രങ്ങൾ മാത്രമുള്ള യഹൂദ്യയ്ക്ക് 10 ഗോത്രങ്ങളോട് പോരാടി ജയിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ആസാ രാജാവ് യഹൂദ്യ ഭരിക്കുമ്പോൾ ഇസ്രായേൽ ഭരിച്ചിരുന്നത് ബയേശ രാജാവായിരുന്നു. യെരുശലേം ദേവാലയം യഹൂദിയയിൽ ആയതുകൊണ്ട് അതിലേക്ക് ഇസ്രായേൽ ദേശത്തു നിന്ന് യഹോവ ഭക്തരായ ജനം ഇസ്രായേൽ രാജാവിന്റെ സമ്മതം കൂടാതെ ആലയത്തിലേക്ക് വന്നു പോകുമായിരുന്നു. യഹൂദിയ രാജാവ് അത് നിഷേധിച്ചില്ല. എന്നാൽ അത് നിർത്തലാക്കുന്നതിലേക്ക് വേണ്ടി ഇസ്രായേൽ രാജാവായ ബയേശ കല്ലും മരവും കൊണ്ട് യഹൂദിയയിലേക്കുള്ള ആ വഴി കെട്ടിയടയ്ക്കാൻ തുടങ്ങി. ഇരു രാജ്യങ്ങളിലും താമസിക്കുന്നത് സഹോദരങ്ങളാണെന്നും അവരുടെ പോക്കുവരവ് തടസ്സപ്പെടുത്താനായി കല്ലും മരവും കൊണ്ട് മതിൽ പണിയരുതെന്നും യഹൂദിയയുടെ രാജാവായ ആസ ഇസ്രായേൽ രാജാവായ ബയേശയോട് പല വിധത്തിൽ പറഞ്ഞു നോക്കി. എന്നാൽ ബയേശ രാജാവ് രാമാദേശത്ത് പണി തുടർന്നുകൊണ്ടിരുന്നു. വലിയ സൈന്യബലമുള്ള ബയേശ രാജാവിനോട് പോരാടി ജയിക്കാൻ ആസാ രാജാവിന് കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇരു രാജ്യങ്ങളിലെയും സഹോദരങ്ങളെ തമ്മിലടിപ്പിക്കാൻ യഹോവ ഭക്തനായ ആസാ രാജാവിന് ഇഷ്ടവുമല്ലായിരുന്നു. അതുകൊണ്ട് ആസാ രാജാവ് ഇസ്രായേലിന്റെ അതിർത്തിക്കടുത്തുള്ള സിറിയ രാജാവായ ബെൻ ഹദദിന് ഒരു കത്തെഴുതി സമ്മാനമായി ഭണ്ഡാരത്തിൽ നിന്നും ധാരാളം പൊന്നും വെള്ളിയും കൂടെ എടുത്ത് ദൂതന്മാർ വഴി സിറിയയിലേക്ക് കൊടുത്തയച്ചു. കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ബെൻഹദദ് രാജാവിന് യഹൂദിയ രാജാവായ ആസാ രാജാവ് എഴുതുന്നത്: യഹൂദിയയും ഇസ്രയേലും സഹോദര രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ രാജാവായ ബയേശ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രാമയിൽ ഒരു മതിൽ കെട്ടിപ്പൊക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പണി നിർത്തുവാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ബയേശ എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഇരു രാജ്യങ്ങളിലുമായി ഒരു പോരാട്ടത്തിന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സ്നേഹമുള്ള ബെൻഹദദ് രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കണം. അങ്ങനെ വന്നാൽ ബയേശയും കൂട്ടരും ഇവിടത്തെ പണി നിർത്തി രാമ വിട്ട് പിന്മാറിക്കൊള്ളും. ഇതൊരപേക്ഷയായി കരുതി ഞാൻ കൊടുത്തയക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം രാജാവ് ആസാ രാജാവിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ബെൻഹദദ് വലിയ സൈന്യങ്ങളുമായി ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിന്റെ പ്രദേശമായ നഫ്താലി, ദാൻ, ഈയോൻ, ആബേൽ, കിന്നരോത്ത് എന്നീ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആ ദേശമൊക്കെയും കൈവശമാക്കി സിറിയയുടെ ഭാഗമാക്കി സൈന്യത്തിന്റെ കാവലിലാക്കി നിലയുറപ്പിച്ചു. ബയേശയും കൂട്ടരും രാജ്യത്തിന്റെ ഏറ്റവും തെക്കുഭാഗത്തുള്ള രാമയിൽ മതിൽപ്പണിയിലായതുകൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും വടക്കുഭാഗത്തുള്ള ദാൻ തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരാൻ ദിവസങ്ങൾ വേണ്ടിവന്നു. അതിനുള്ളിൽ സിറിയൻ രാജാവായ ബെൻഹദദ് അവരുടെ അടുത്തുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം കൈവശമാക്കി പട്ടാളത്തെ ഇറക്കി നിറച്ചു കഴിഞ്ഞു. വളരെ താമസിച്ച് യുദ്ധസ്ഥലത്തെത്തിയ ബയേശ രാജാവിനും കൂട്ടർക്കും പിന്നെ നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സിറിയ രാജാവിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ബയേശ രാജാവിന് ശേഷം ഭരണത്തിൽ വന്ന മകൻ ഏലായ്ക്കോ, അതിനുശേഷം ഇസ്രായേലിൽ ഭരണം പിടിച്ചടക്കി തിർസാ കൊട്ടാരം തീവച്ചു നശിപ്പിച്ച സിമ്രിക്കോ, അതിനുശേഷം ജനം ഭരണത്തിലേറ്റിയ ഒമ്രിക്കോ സിറിയ രാജാവ് കൈവശമാക്കിയ സ്ഥലം തിരിച്ചു പിടിക്കാനായില്ല. ഒമ്രി രാജാവിൻ്റെ മകനാണ് ബേൽ രാജ്ഞിയുടെ ഭർത്താവായ ആഹാബ് രാജാവ്. ആഹാബ് രാജാവിന് മുൻ ഇസ്രായേൽ രാജാവായ ബയേശയുടെ കാലത്ത് നഷ്ടമായ പ്രദേശങ്ങളെ സിറിയ രാജാവിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ട്. അതിനായി ആഹാബ് രാജാവ് ഉണ്ടാക്കിയ പുതിയ കൂട്ടുകെട്ടിനെക്കുറിച്ചും അതിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ പരാമർശിക്കാം. ദൈർഘ്യം കണക്കിലെടുത്ത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.